ഇന്ത്യയിൽ നിന്നുള്ള 15 ഷിപ്മെൻറ്റ് മാമ്പഴ കയറ്റുമതി അമേരിക്കൻ പോർട്ടിൽ നിരസിച്ചു. കയറ്റുമതിക്കാർക്ക് $5 ലക്ഷം, അതായത് 4,20,00,000-ലധികം രൂപ നഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ട് വരുന്നത്. കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തതുകൊണ്ടാണ് മാമ്പഴം നിരസിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അമേരിക്കയിൽ നിന്ന് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നു. എനിക്ക് ഈ കാര്യത്തിൽ വളരെ നിശ്ചിതമായൊരു അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട്. ഞാൻ ഇന്നലെ മുതൽ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്. മധു കൊട്ടാരക്കര ആദ്യം നമുക്കൊപ്പം ചേർന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഈ വിദേശ പോർട്ടുകളിലൊക്കെ തന്നെ കീടനാശിനി തളിച്ച മാമ്പഴവും അതേപോലെയുള്ള സാധനങ്ങളും ഇറക്കുമതി ചെയ്യാതെ നിരസിച്ചു വിടുന്നത് അത്ര അപൂർവമായ വാർത്തയല്ല. ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഷിപ്മെന്റ് മാമ്പഴം മാത്രമല്ല, പ്രത്യേകിച്ച് ഈ മത്സ്യ ഈ ഇറക്കുമതിയിലുമൊക്കെ മുമ്പ് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് തന്നെ പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 15 മാമ്പഴ ഷിപ്മെന്റ് ആണ് ഇപ്പോൾ അമേരിക്ക നിരസിച്ചിരിക്കുന്നത്. ഇതോടെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഈ കയറ്റുമതിക്കാർക്ക് $5 ലക്ഷം നഷ്ടമാണ് ഏകദേശം കണക്കാക്കുന്നത്. ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, അറ്റ്ലാന്റ എന്നിങ്ങനെയുള്ള ഈ എയർപോർട്ടുകൾ ഉൾപ്പെടെ അമേരിക്കയിലെ പല വിമാനത്താവളങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള ഈ കയറ്റുമതികളിൽ രേഖകളിലെ ക്രമക്കേടുകൾ മൂലമാണ് ഈ ഷിപ്മെന്റ് അമേരിക്ക ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത്. കയറ്റുമതിക്കാർക്ക് ഒരു അമേരിക്കയിൽ വെച്ച് വേണമെങ്കിൽ ഈ മാമ്പഴങ്ങൾ നശിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുക എന്നിങ്ങനെ 2 മാർഗങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ മാമ്പഴത്തിന്റെ പെട്ടെന്ന് കേടുവരുന്ന സ്വഭാവവും അതുപോലെ ഈ തിരിച്ചയക്കുന്നതിന് വലിയ ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കയറ്റുമതിക്കാരും ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് മാമ്പഴം ഈ ഇവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയുടെ ഈ മാമ്പഴ കയറ്റുമതിയിലെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് ഓർക്കണം. ഈ പെസ്റ്റ് കൺട്രോൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളിലാണ് അമേരിക്ക കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇത് നിരസിച്ചത്. തന്നെയുമല്ല, ഈ നഷ്ടം അമേരിക്ക അത് വഹിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എസ്കനെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 2023-24 ഏതാണ്ട് 500 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ മാമ്പഴ കയറ്റുമതിയിലൂടെ ഇന്ത്യ നേടിയത്. ഏതാണ്ട് 32,000 മെട്രിക് ടൺ. അതിന്റെ തൊട്ട് മുന്നത്തെ വർഷം ഏതാണ്ട് 20,000 മെട്രിക് ടണ്ണായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും മാമ്പഴ കയറ്റുമതി കൂടി വരികയാണ് അമേരിക്കയിലേക്ക്. ഇപ്പോൾ ഈ മെയ് മാസം അവസാനിക്കുമ്പോൾ ഇതിനോടകം തന്നെ 2,000 മെട്രിക് ടൺ മാമ്പഴം അമേരിക്കയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള ഈ മാമ്പഴ വ്യാപാര ബന്ധത്തിൽ ഒരു വലിയ ഒലച്ചിൽ ഈ ഒരു സംഭവം കൊണ്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എസ്കെൻ. ഓക്കെ, $5 ലക്ഷം മാമ്പഴമാണ് അമേരിക്കൻ പോർട്ടിൽ നിരസിച്ചത് എന്നാണ് വാർത്ത. മധു കൊട്ടാരക്കര, താങ്ക് യു.